അപ്പോൾ തമിഴ്നാടിൻ്റെ പ്രശസ്തമായിട്ടുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒട്ടുമിക്ക വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്ഷേത്രത്തിലെ ദർശനത്തിന് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദർശനത്തിനായി 2 കൗണ്ടറുകൾ ഇവിടെയുണ്ട്. 100 രൂപ കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പം തൊഴുതിറങ്ങാം. അതുകൊണ്ട് തന്നെ 100 രൂപയുടെ കൗണ്ടറിലാണ് ഞാനും ക്യൂ നിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തേക്ക് ചേർന്നാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും കറങ്ങിയാണ് ക്യൂ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കടൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട് തൂത്തുക്കുടിയിലെ ചൂടിന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. 100 രൂപ കൊടുത്ത് ഞാനും ടോക്കൺ എടുത്തു. പൊതുവെ തന്നെ നല്ല തിരക്കുള്ള ക്ഷേത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ സ്കന്ദഷഷ്ടി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായതിനാൽ ഇന്ന് ചിലപ്പോൾ നോർമൽ ക്യൂവിൽ ചിലപ്പോൾ നമ്മൾ 10 മണിക്കൂർ വരെ നിൽക്കേണ്ടതായിട്ട് വരും. ഇന്നേ ദിവസം ഒരു മലയാളികളെ പോലും ഇവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പഴനി ക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും മലയാളികളെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു തിരക്ക് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ എളുപ്പം തന്നെ ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. രാവിലെ 9 മണിക്ക് ക്യൂവിൽ കയറി ഞാനാണ്. ഇപ്പോൾ സമയം ഉച്ചകഴിഞ്ഞ് 2 മണിയായി. അങ്ങനെ തുടർച്ചയായി 5 മണിക്കൂറും ഞാൻ ക്യൂവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ദർശനം പൂർത്തിയാക്കിയത്. അടുത്ത വീഡിയോ കാണാം.